ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെമിക്കൽ, കാർബോക്സി മീത്തൈൽ സെല്ലുലോസ് സോഡിയം സോൾട്ട് എന്ന് പറയുന്ന CMC എന്ന് പറയും. മറ്റേത് ഇതാണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ട്. 100 ml ഡിസ്റ്റിൽ വാട്ടറിലേക്ക് 1 gram CMCയും 3 ml ഫോർമാൽഡിഹൈഡ് ഇടും. അതാണ് നമ്മുടെ ഈ ഇതിലുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അത് വെയിറ്റ് ബാലൻസിലാണ് 1 gram CMC വെച്ച് ചെയ്യുക. ബാക്കിയുള്ള നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്തെടുക്കും. ഫോർമാൽഡിഹൈഡും പിന്നെ ഡിസ്റ്റിൽ വാട്ടറും മെഷീൻ സിലിണ്ടറിൽ എടുക്കും. 1 gram CMC ആണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കോമ്പോസിഷൻ എടുക്കണം ഫസ്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 gram CMC വേവ് ചെയ്തെടുക്കാം. അതിന് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് നമ്മൾ ടയർ ചെയ്തിട്ടുണ്ട്, 0 ആക്കി വെച്ചേക്കാണ്. $100 ml ഡിസ്റ്റിൽ വാട്ടർ മെഷീൻ സിലിണ്ടറിൽ അളന്നെടുക്കാം. ഡിസ്റ്റിൽ വാട്ടർ മെഷർ ചെയ്തിട്ടുണ്ട്. ഈ ബീക്കറാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 100 ml ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ചു. നമ്മൾ 1 gram CMC യുടെ വേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കിട്ട് മിക്സ് ചെയ്യണം. നെക്സ്റ്റ് എടുക്കാൻ പോണത് 3 ml ആണ് ഫോർമാൽഡിഹൈഡ് വേണ്ടത്. ഇത് മ്യൂവലിൻ്റെ പിപ്പറ്റാണ്. അപ്പോൾ 1000 മ്യൂവൽ എന്ന് പറഞ്ഞാൽ 1 ml. അപ്പോൾ ഇത് 3 times എടുക്കും. ഈ തണുത്ത വെള്ളമാണ് നമ്മൾ ഈ കയ്യിലെടുക്കുക. അതിനകത്ത് ഈ പേപ്പർ നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണ്. ഈ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഇതിനകത്തുള്ള ശരിക്കും അതിൻ്റെ ഫോണ്ടൊന്നും ശരിക്കും പോവില്ല. ഈ ഒരു പ്രാവശ്യം നേരത്തെ പ്രിസർവ് ചെയ്ത് നോക്കിയ പേപ്പറാണ് ഒരു ഇതുണ്ട്. ഇങ്ങനെ വാഷ് ചെയ്ത് ഇങ്ങനെ എടുക്കും നമ്മൾ. വാഷ് ചെയ്തെടുക്കുമ്പോൾ പേപ്പറിന് ശരിക്കും ഡാമേജ് ഒന്നും വരില്ല. നമ്മളത് കഴിഞ്ഞിട്ട് ഒരു അബ്സോർബൻ പേപ്പറാണ്, ഈ ഗ്ലോട്ടർ പേപ്പർ എന്ന് പറയും. ആ പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളിത് പ്രസ് ചെയ്ത് വയ്ക്കുകയാണ്. ഇത് കുറച്ച് സമയം ഇരിക്കണം. ഇതിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനകത്ത് വെള്ളം, ഈ പേപ്പറിലെ വെള്ളം മുഴുവൻ ഈ അബ്സോർബൻ പേപ്പർ വലിച്ചെടുക്കും. അപ്പോൾ ശരിക്കും ഇതിനകത്ത് നമ്മൾ ചെയ്യുക, ഒരു ഗ്ലാസിൻ്റെ ഒരു ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കും. ഇതിങ്ങനെ മടങ്ങി കയറി ചുളിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് അധിക സമയം ഇരിക്കുമ്പോഴാണ് ഇതിനകത്ത് ആ പേപ്പർ ഇതിപ്പോൾ ഇന്നത്തേക്കാവില്ല കേട്ടോ. ഞാൻ വേറെ പേപ്പർ വേറെ കാണിച്ചു തരാം. വെള്ളം വലിയുന്നത് വരെ നമ്മളിങ്ങനെ വെക്കും ഈ പേപ്പറിൽ. അതിനുശേഷം ഈ പേപ്പർ എടുക്കും. കുറച്ചും കൂടി വെള്ളം വലിയാനുണ്ട്. വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണലത്ത് ഇതുപോലെ വേറൊരു പേപ്പറിൽ വെച്ചിട്ട് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ഈ പേപ്പർ. അതിനുശേഷം ഈ പേപ്പർ ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കെമിക്കൽ സപ്ലൈ ചെയ്യുക. ഇതിനകത്തേക്കാണ് ഓക്കെ. നമ്മൾ പേപ്പറിൽ അവിടെ തുടങ്ങി ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്.
ഇതിന് ശരിക്കും ഒരു ഗ്ലൂവിൻ്റെ എഫക്റ്റ് ഉണ്ട്. പേപ്പർ കംപ്ലീറ്റ് അടിക്കും നമ്മൾ. പേപ്പർ കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഉണങ്ങാൻ ഇതുപോലെ നേരത്തെ വെച്ച പോലെ ഇത് ഉണങ്ങാനായിട്ട് തണലത്ത് തന്നെ ഇരിക്കണം. ആയിട്ടില്ല അതിനകത്ത്. ഈ സൈഡും കൂടി വെച്ചു. നന്നായി വലിച്ചടിക്കേണ്ടതുണ്ട്, കാരണം കട്ടയൊക്കെ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇത് ഉണങ്ങുമ്പോൾ ഇത് കുറച്ചും കൂടി ഇത്തിരി സ്റ്റിഫ്നെസ് തോന്നും. അത് കഴിഞ്ഞ് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ ഇത് പഴയ പേപ്പർ പോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിന് മുകളിലാണ് നമ്മൾ മറ്റേ ജാപ്പനീസ് ടിഷ്യൂ പേപ്പർ എന്ന് പറയുന്ന പേപ്പർ ഇതിന് മുകളിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പേപ്പറിൻ്റെ അതനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുത്താൽ ഇതിനൊരു ലാമിനേഷൻ കൂടിയാവും. ആണ് പേപ്പർ പ്രിസർവേഷൻ്റെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്.